ഓരോ തവണയും ഒളിമ്പിക്സ് ട്രാക്കുകളിൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന പല താരങ്ങളും പിറവിയെടുക്കാറുണ്ട്. എന്നാൽ 1960 റോം ഒളിമ്പിക്സിൽ കായിക ലോകത്തെ മാത്രമല്ല വൈദ്യശാസ്ത്രത്തെയും അത്ഭുതപ്പെടുത്തിയ ഒരു സുവർണ താരം ജനിച്ചു. വിൽമ റുഡോൾഫ് എന്നറിയപ്പെടുന്ന വിൽമ ഗ്ലോഡിയൻ റുഡോൾഫ്. കൊടുങ്കാറ്റ്, കറുത്ത മുത്ത് എന്നെല്ലാം മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച വേഗത്തിന്റെ ഈ രാജകുമാരി വിധി എഴുതിയ ജീവിതം ഇച്ഛാശക്തി കൊണ്ട് മാറ്റി എഴുതിയവളാണ്. വിൽമയുടെ ജനനം തന്നെ പൂർണ്ണ വളർച്ചയെത്താതെയായിരുന്നു. 1940 ജൂൺ 23 അമേരിക്കയിലെ ടെന്നസിയിൽ റെയിൽവേയിൽ ചുമട്ടുതൊഴിലാളിയായിരുന്ന എഡിൻ റുഡോൾഫിൻ്റെയും ബ്ലാങ്ക റുഡോൾഫിൻ്റെയും മകളായാണ് ജനനം. വിൽമയ്ക്ക് 21 സഹോദരങ്ങളുണ്ടായിരുന്നു. 4-ാം വയസ്സിൽ ഇൻഫൻറ്റൈൽ പാരലൈസിസ് എന്ന രോഗം ബാധിച്ച വിൽമ പൂർണ്ണമായി കിടപ്പിലായി. തുടർന്ന് രോഗങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. പോളിയോ, ന്യൂമോണിയ, സ്കാർലറ്റ് ഫീവർ, ഒപ്പം ഇടത് കാലിന് സ്വാധീനക്കുറവും. ഈ കുഞ്ഞ് അധികകാലം ജീവിക്കില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി. പക്ഷേ 20 വർഷത്തിനു ശേഷം ഇതേ പെൺകുട്ടി വേഗത്തിൻ്റെ കൊടുമുടി കീഴടക്കി. രോഗക്കിടക്കയിൽ തളർന്നു കിടന്ന വിൽമയിൽ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരിയാകണം എന്ന സ്വപ്നം നിറച്ചത് അവളുടെ അമ്മയാണ്. തളർന്നുപോയ ഇടംകാലമായി പിച്ചുവെച്ച് തുടങ്ങിയ അവൾ അമ്മ നൽകിയ ധൈര്യത്തിൽ ആകാശത്തോളം സ്വപ്നം കണ്ടു. പിന്നീട് സ്വപ്നം നേടിയതിനു ശേഷം അവൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു എനിക്ക് ഒരിക്കലും നടക്കാൻ കഴിയില്ലെന്ന്. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു എനിക്ക് കഴിയുമെന്ന്. ഞാൻ അമ്മയെ വിശ്വസിച്ചു. 9-ാം വയസ്സിലാണ് ഓർത്തോപീഡിക് ഷൂ ധരിച്ച് വിൽമ നടക്കാൻ പഠിച്ചത്. പിന്നീട് ഓടാനുള്ള ശ്രമമായി. പതിയെ കളിക്കളത്തിലേക്ക് ചുവടുവെച്ചു. ബാസ്കറ്റ്ബോൾ കോർട്ടാണ് ആദ്യം മാടി വിളിച്ചത്. 11-ാം വയസ്സ് മുതൽ കായിക പരിശീലനം ആരംഭിച്ചു. തുടക്കത്തിൽ ഊന്നുവടിയുമായാണ് പരിശീലനത്തിനിറങ്ങിയത്. ബാസ്കറ്റ്ബോൾ കോർട്ടിലെ മിന്നും താരമായി മാറിയ വിൽമയിലെ താരത്തിൻ്റെ യഥാർത്ഥ ട്രാക്ക് കണ്ടെത്തിയത് പരിശീലകനായ എഡ് ടെമ്പിൾ ആണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശമാണ് വിൽമയെ ഓട്ടത്തിൻ്റെ ട്രാക്കിലെത്തിച്ചത്. 16 വയസ്സ് തികയും മുൻപ് വിൽമ അമേരിക്കയുടെ ഒളിമ്പിക് സംഘത്തിൽ ഇടം ഉറപ്പിച്ചു. 1986 മെൽബൺ ഒളിമ്പിക്സിൽ 100 മീറ്റർ യോഗ്യതാ റൗണ്ടിൽ ആദ്യം തന്നെ പുറത്തായി. എങ്കിലും 4x100 റിലേയിൽ വെങ്കലം നേടി. പിന്നീട് 1960 റോമിൽ നടന്ന ഒളിമ്പിക്സിലാണ് വിൽമയുടെ അവിശ്വസനീയമായ കുതിപ്പ് ലോകം കണ്ടത്. 100, 200 മീറ്ററുകളിലും 4x100 റിലേയിലും സ്വർണം. 100 മീറ്ററിൽ തൊട്ടടുത്ത എതിരാളിയെ ബഹുദൂരം പിന്നിലാക്കിയായിരുന്നു വിജയം. 11 സെക്കൻഡിൽ ഫിനിഷിംഗ്. എന്നാൽ ലോക റെക്കോർഡ് ഭേദിച്ച ആ ഐതിഹാസിക വിജയം രേഖപ്പെടുത്തിയില്ല. കാറ്റിന് വേഗം കൂടുതലായിരുന്നു എന്നതായിരുന്നു കാരണം. 200 മീറ്ററിലും വിൽമയുടെ വിജയം മികവുറ്റതായിരുന്നു. 24.13 സെക്കൻഡിൽ ഓടിയെത്തി. ഒരു ഒളിമ്പിക്സിൽ 3 സ്വർണം നേടുന്ന ആദ്യത്തെ വനിത എന്ന റെക്കോർഡ് അവളുടെ പേരിൽ സ്വർണ്ണ ലിപികളാൽ എഴുതി ചേർത്തു. തുടർന്നും ദേശീയ, രാജ്യാന്തര പുരസ്കാരങ്ങൾ വിൽമയെ തേടിയെത്തി. 1961 വിൽമയുടെ പിതാവ് മരിച്ചു. 1962 വിൽമ റുഡോൾഫ് ട്രാക്കിനോട് വിട പറഞ്ഞു. പിന്നീട് കുറച്ചുകാലം സ്കൂൾ ടീച്ചറായി ജോലി ചെയ്തു. 2 തവണ വിവാഹിതയായ വിൽമയ്ക്ക് 4 മക്കളുണ്ടായിരുന്നു. 1994 ജൂലൈയിൽ വിൽമയുടെ അമ്മ മരിച്ചു. അതേ വർഷം മസ്തിഷ്കാർബുദം സ്ഥിരീകരിക്കപ്പെട്ട വിൽമ നവംബർ 12 സ്വവസതിയിൽ മരിച്ചു. 54 വയസ്സായിരുന്നു അവർക്ക്. ഔദ്യോഗിക ബഹുമതികളോടെ ക്ലാർക്സ്വില്ലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു.